എൻ്റെ പേര് അർസ Zakir. ഞാൻ മലപ്പുറം അരീക്കോട് നിന്നാണ് വരുന്നത്. ഞാനൊരു ILP ബാച്ച് സ്റ്റുഡൻ്റ് ആണ് പ്രപ്വൈസിലെ. ഞാൻ CUET-ൽ 5 പേപ്പറാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇംഗ്ലീഷ്, പിന്നെ ജനറൽ ടെസ്റ്റ്, പിന്നെ 3 ഡൊമൈന്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി. എനിക്ക് സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത് 15th ഇവിടെ IHRD കോഴിക്കോടും, അതുപോലെ 16th ഉള്ളിയേരി MD പോളിടെക്നിക് കോളേജിലുമായിരുന്നു. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് വാസ് ഫൈൻ. ലൈക്ക് കുറെ ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രപ്പോയ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഈ CUET അറ്റൻഡ് ചെയ്തപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ ഏരിയ ഒക്കെ. കാരണം പ്രപ്പോയ്സിലൊക്കെ കൂടുതൽ പാസേജസ് നല്ല അത്യാവശ്യം ടഫ് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ലെവൽ എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നത്. പക്ഷെ റീഡിംഗ് കോംപ്രഹെൻഷൻ ഒരു 3 പാസേജും ലൈക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുള്ള അത്യാവശ്യം ഈസി തന്നെയായിരുന്നു. പിന്നെ ടൈം മാനേജ്മെന്റും നല്ലോണം ചെയ്യാൻ പറ്റി. ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ് കുറെ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് പ്രപ്പോയ്സിലെ. പിന്നെ ആന്റണിംസ്, സിനോണിംസ്, കുറെ മാച്ച് ദ ഫോളോയിങ് ഫ്രേസസ്, ലൈക്ക് അങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ഈസി ആയിരുന്നു. പിന്നെ അടുത്ത പൊളിറ്റിക്കൽ സയൻസ് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസും കംപ്ലീറ്റ്ലി NCERT-ന്റെ 3 ഡൊമൈൻ ഞാൻ അറ്റൻഡ് ചെയ്തതും കംപ്ലീറ്റ്ലി NCERT ടെക്സ്റ്റ് ബേസ്ഡ് തന്നെയായിരുന്നു വന്നിരുന്നത്. 3 ഡൊമൈൻ്റെതും ഫുള്ള് NCERT ബേസ്ഡ് ആണെങ്കിലും കുറെ ഉള്ളിൽ നിന്ന് നല്ല ഡീപ്പായിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എനിക്ക് 2-3 ക്രോണോളജി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, 2 പാസേജ് തന്നിട്ട് അതിന് ഒരു ഈച്ച് പാസേജിന് ഒരു 5-10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കുറെ കോമൺ ആയിട്ടുള്ള നമുക്ക് അറിയുന്നത് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഡീപ്പ് ആയിട്ടുള്ളത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു എനിക്ക് ഡൊമൈനിൽ ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് വന്നിരുന്നത്. പിന്നെ സോഷ്യോളജി ആയിരുന്നു എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ആയിട്ട് തോന്നിയിരുന്നത്. ബട്ട് അങ്ങനെ ഭയങ്കര ടഫ് എന്നുള്ളതല്ല, മറ്റ് 2 ഡൊമൈനിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടഫ് ആയിരുന്നു. കാരണം സോഷ്യോളജി ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നെങ്കിലും ഓപ്ഷൻസ് ഭയങ്കര ട്രിക്കി ആയിരുന്നു. 2-3 പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിന് ഓപ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയി തോന്നിക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് ആയിരുന്നു. സോഷ്യോളജി അങ്ങനെയായിരുന്നു. പിന്നെ ഹിസ്റ്ററിയും കൂടുതലും ക്രോണോളജിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ ടൈം പീരീഡ് ചോദിച്ചിട്ട് ഓരോ ഇവന്റ്സ് തന്നിട്ട് ക്രോണോളജി ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഹിസ്റ്ററി കുറെ 1 വേർഡ് ടൈപ്പ്, മാച്ച് ദ ഫോളോയിങ്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഹിസ്റ്ററി. 3 ഡൊമൈൻ നല്ലോണം പ്രിപ്പയർ ചെയ്തുകൊണ്ട് നല്ല പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാം NCERT ബേസ്ഡ് തന്നെയാണ് വന്നിരുന്നത്. പിന്നെ ജനറൽ ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഏരിയത്തിനും GK, കറണ്ട് അഫയേഴ്സ്, ലോജിക്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, എല്ലാ ഏരിയയിലും ഒരുപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പ്രിപ്പയർ ചെയ്തവർക്ക് നല്ലപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നത്. പ്രപ്പോയ്സിലെ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ പ്രപ്പോയ്സിൽ ഞാൻ ILP ബാച്ച് മുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ +2 നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് എക്കണോമിക്സിന്റെ ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ +1 നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ഏരിയ ബേസ്ഡ് പഠിച്ചു വന്നതുകൊണ്ട് ഒരു ബേസ് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇനീഷ്യലി. പക്ഷെ അത് നല്ലോണം ടാക്കിൾ ചെയ്യാൻ പറ്റിയത് പ്രപ്പോയ്സിലെ ക്ലാസ്സസ് കേട്ടത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് വാല്യൂഡ് നോട്ട്സ്, റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഹിസ്റ്ററി ഒക്കെ. പിന്നെ CUET-ക്ക് വരുമ്പോൾ കൂടുതലും എനിക്ക് ഡൊമൈൻ ആയതുകൊണ്ട് ക്ലാസ്സസ് നമ്മൾ കൂടുതലും ടെക്സ്റ്റ് ബേസ്ഡ് തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ആവുമ്പോൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ റെക്കോർഡഡ് വീഡിയോസിനേക്കാളും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി തോന്നിയത് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിരുന്നു. ഓരോ യൂണിറ്റ് വൈസ് തന്നെയുള്ള ടെസ്റ്റുകൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഓരോ നമ്മൾ പഠിച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ്. പിന്നെ ആ മോക്ക് ടെസ്റ്റിൽ നിന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്ന പോലെ തന്നെ തോന്നുകയും ചെയ്തു. ആ ഒരു പാറ്റേണിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
മോക്ക് ടെസ്റ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ മെന്റർഷിപ്പ് എടുത്തു പറയേണ്ടായിരുന്നു. ഞാൻ CUET മുന്നേ JIPMAT എൻട്രൻസ്, പൊളിറ്റിക്കൽ സയൻസിന്റെ എൻട്രൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടഫ് ആയിരുന്നു എക്സാം. പക്ഷെ ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്തിരുന്നു. 1 മന്തോളം അതിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ എന്റെ എല്ലാ കൺസേൺസും ഞാൻ നല്ല പാനിക് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എക്സാമും ടൈമും ഇല്ല, പിന്നെ CUETക്കും പ്രിപ്പയർ ചെയ്യണം. ഒരു ഡിലമ്മയായിരുന്നു ആകെ, എങ്ങനെ എവിടുന്ന് തുടങ്ങണം എന്നുള്ള. അതൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ 2 മെന്റേഴ്സും അക്സാം മാം കഴിഞ്ഞ് പിന്നെ കൂടുതൽ എനിക്ക് പിന്നെ CUETനും JIPMATന്റെയും സമയത്ത് കൂടുതൽ ഉണ്ടായിരുന്നത് ഫസൽ സാറാണ്. ഫസൽ സാർ എന്റെ എല്ലാ കൺസേൺസും നല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നു. എല്ലാതും അഡ്രസ്സ് ചെയ്യാനും ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാതും മനസ്സിലാക്കി അതിന് കഴിയുന്ന അത്ര സാറ് മാക്സിമം റെസ്പോൺസസ് തന്ന് എല്ലാ സപ്പോർട്ടും മെന്റർഷിപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഫസൽ സാർ. സോ മെന്റർഷിപ്പ് ആൻഡ് മോക്ക് ടെസ്റ്റ് ആണ് എനിക്ക് എടുത്തു പറയേണ്ട എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത എന്റെ ഈ ഒരു ജേർണിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സംഭവമായി തോന്നിയത് അത് രണ്ടുമാണ്. പ്രപ്പോസൽ ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ, ഈ സെക്കൻഡ് ഫേസിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുടെ എനിക്ക് പറയാനുള്ളത്, ഡൊമൈൻസ് ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ പക്ക NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് വേറെ സെഷൻ അറ്റൻഡ് ചെയ്തവരൊക്കെ ഉണ്ട്, അവർക്ക് വേറെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പക്ഷെ എല്ലാം NCERT ബേസ്ഡ് തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ നല്ലോണം ഡീപ്പായിട്ട് പഠിക്കുക. ഇനി ടൈമില്ല അങ്ങനെയൊന്നും വിചാരിച്ച് നിൽക്കണ്ട. കാരണം ഉള്ള സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് എത്രയും സുഖമായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയ മൊത്തത്തിൽ എക്സാമിന്റെ ഒരു റിവ്യൂ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത് ഡിഫിക്കൽറ്റി ലെവൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള, നമുക്ക് പഠിച്ച് നമ്മൾ പ്രിപ്പയർ ആയാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ക്രാക്ക് ചെയ്യാൻ പറ്റും. എനിക്കും ഫുൾ ആയിട്ടുള്ള വിശ്വാസമല്ല, കാരണം കോമ്പറ്റീഷൻ കൂടും. പക്ഷെ ഒരു മോഡറേറ്റ് ലെവലുള്ള എക്സാം തന്നെയാണ് എന്നുള്ളതാണ് ഫീൽ ചെയ്തത്. അപ്പം ഡൊമൈൻസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ പക്ക NCERT ബേസ് തന്നെ നല്ലോണം അങ്ങനെ ഫോക്കസ് ചെയ്ത് പോവാ. പിന്നെ ജനറൽ ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഏരിയന്നും വൈഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ എല്ലാ ഏരിയന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് മോക്ക് ടെസ്റ്റ് അങ്ങനത്തെ ഒക്കെ കൂടുതൽ എടുത്ത് നല്ല പ്രാക്ടീസ് ചെയ്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് വന്നിട്ട്